മാധു ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ കാലാവധി ഈ ജൂലൈ മാസത്തിൽ അവസാനിക്കുന്ന സാഹചര്യം ഉണ്ട്. അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാനുള്ള അവസരം BJP നൽകിയിരുന്നുമില്ല. നേരത്തെ മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഒഴിഞ്ഞ രാജ്യസഭാ സീറ്റിലായിരുന്നു ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് എത്തിയത്. അതിന്റെ കാലാവധിയാണ് പൂർത്തിയാവുന്നത്. സ്വാഭാവികമായും വീണ്ടും മത്സരിക്കാൻ അവസരം നൽകാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വം നഷ്ടമാവുകയാണ്. പിന്നാലെയാണ് അദ്ദേഹത്തിന് രാജിവെക്കാൻ നിർദ്ദേശം നേതൃത്വം നൽകിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി അടക്കം ഉണ്ടായിരിക്കുന്നത്. ഈ രാജി നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കാരണം അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ തുടർന്നു പോകാനുള്ള നേതൃത്വത്തിന്റെ ഭാഗം തീരുമാനം ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാജിവെക്കേണ്ടി വരും എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള രാജിയാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് കൂടുതലായി ആരെങ്കിലും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം വരുന്ന ആഴ്ചയോടെ ഏറെക്കുറെ മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയാക്കും BJP-യിൽ. അതിന് പിന്നാലെ പുതിയ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ അടക്കം ഉണ്ടാകും. നിലവിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് UP, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് പോകാനുള്ളത്. ആ സംസ്ഥാനങ്ങൾ കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കായിരിക്കും BJP ഒരുങ്ങുന്നത് എന്ന വിവരം ഉണ്ട്. എന്താണെങ്കിലും കേരളത്തിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയാണ്. നേരത്തെ ജോർജ് കുര്യൻ, പ്രത്യേകിച്ച് കഴിഞ്ഞ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായിരുന്നു ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത്. ആരും പ്രതീക്ഷിക്കാത്തൊരു എൻട്രി ആയിരുന്നു കേരളത്തിൽ ഉണ്ടായത്. കാരണം സുരേഷ് ഗോപി മാത്രമാണ് മന്ത്രിയാവുക, മറ്റാരെങ്കിലും മന്ത്രിയാകുന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് ജോർജ് കുര്യൻ, അന്ന് നമുക്കിപ്പോൾ ഓർമ്മയുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ജോർജ് കുര്യൻ എത്തിയപ്പോഴാണ് മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം ഉണ്ട് എന്ന വിവരം എല്ലാവരും അറിയുന്നത്. കാരണം കേരളാവസ്ഥയ്ക്ക് അന്ന് ഉണ്ടായത്. പിന്നാലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രത്യേക യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് ജോർജ് കുര്യൻ ഉണ്ട് എന്ന അപ്രതീക്ഷിത വാർത്ത വരുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ മന്ത്രിസഭയുടെ 2 വർഷം പൂർത്തിയാകുമ്പോഴാണ് മന്ത്രിസഭയിലെ പുനഃസംഘടന വരുന്ന. ആ പുനഃസംഘടനയുടെ ഭാഗമായാണ് ഇപ്പോൾ ജോർജ് കുര്യൻ എന്താണെങ്കിലും രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും പുതുതായി മന്ത്രിസഭയിലേക്ക് അവസരം നൽകും. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3 നിയമസഭാ അംഗങ്ങൾ 3 പേർ ജയിച്ച സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ പ്രാതിനിധ്യം കേരളത്തിൽ ലഭിക്കുമോ എന്നതിനെ കുറിച്ചൊരു വ്യക്തതയൊക്കെയുണ്ട്. സ്വാഭാവികമായും വിജയമുണ്ടായ പശ്ചാത്തലത്തിൽ 3 സീറ്റുകൾ വിജയിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രാതിനിധ്യമൊക്കെ ലഭിക്കേണ്ടതുമാണ്.